സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചു. 62 ലക്ഷം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ തനത് പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. 3200 രൂപയുടെ 2 ഗഡുക്കളാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേർന്നു തുടങ്ങിയത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, 7 ലക്ഷത്തോളം വരുന്ന NSIP പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾ, ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേർന്നു തുടങ്ങിയിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിച്ചു. ശനിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കുള്ള വിതരണവുമാണ് ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ന് ബാങ്ക് അവധിയായതിനാൽ ഗുണഭോക്താക്കൾക്ക് ബാങ്കിലെത്തി പെൻഷൻ തുക സ്വീകരിക്കാൻ തിങ്കളാഴ്ച മുതൽ മാത്രമേ അവസരം ഉണ്ടാവുകയുള്ളൂ. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക നിക്ഷേപിക്കുന്നതിനാൽ ഇന്ന് തന്നെ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട്. ATM കൗണ്ടറുകളിൽ നിന്ന് ഇന്ന് തന്നെ ഗുണഭോക്താക്കൾക്ക് തുക പിൻവലിക്കാൻ കഴിഞ്ഞേക്കും. സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വീടുകളിലേക്കുള്ള വിതരണവും ആരംഭിച്ചു. 3200 രൂപ വീതം ഒരുമിച്ച് തന്നെ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിത്തുടങ്ങി. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി നിയോഗിച്ചിട്ടുള്ള സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ കൈമാറുന്ന സമയത്ത് യാതൊരുവിധ തുകയും ഫീസായി നൽകേണ്ടതില്ല എന്ന് ധനവകുപ്പ് പ്രത്യേക ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 26.67 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇന്ന് മുതൽ തന്നെ തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട്. 2 മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ NSIP പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന 7 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 500 മുതൽ 1000 രൂപ വരെ കുറവ് വന്നേക്കും. ഇവർക്കുള്ള വിതരണവും വൈകാതെ തന്നെ ആരംഭിക്കും. തനതു മാസത്തിലെ പെൻഷൻ തുകയും ഒരു ഗഡു കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിലേക്കായി 1650 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. പെൻഷൻ വിതരണം ജൂൺ 5 മുൻപ് പൂർത്തീകരിക്കാനാണ് തീരുമാനം. പെൻഷൻ എത്തിത്തുടങ്ങിയവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.